ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഓട്ടം വന്നിരിക്കുന്നത് ട്രയംഫന്റ് സക്സസ് ആണ്. നമുക്ക് നോക്കാവേ. സ്പിരിച്വൽ സ്ട്രെങ്ത് വന്നിരിക്കുന്നു, കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ്, മെറ്റീരിയൽ ആൻഡ് ഫിനാൻഷ്യൽ ചേഞ്ചസ്, മെറ്റീരിയൽ സ്പിരിച്വൽ പ്രോസ്പെറിറ്റി. നമുക്ക് ഇത്രയൊക്കെ കാർഡ്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ. അതായത് ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ്. നമ്മുടെ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയംഫന്റ് സക്സസ് ആണ്. കഷ്ടപ്പെട്ട് നിങ്ങളൊരു സക്സസ്സിലേക്ക് വരുന്നുണ്ട്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങളുടെ സൊല്യൂഷനൊക്കെ കണ്ടെത്തി, നിങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങളെ അതിജീവിച്ചിട്ട് നിങ്ങളൊരു സക്സസ്സിലേക്ക് വരുന്നതായിട്ടാണ്. ഇതിനൊരു ക്ലാരിറ്റി നേടണം. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി എനിക്ക് വേണം. അതിനായിട്ട് നിങ്ങൾ പരിശ്രമിച്ച്, തുടർച്ചയായിട്ട് നിരന്തരം പരിശ്രമിച്ച് നിങ്ങൾ അവസാനം ഈ ഒരു സക്സസ്സിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് നമ്പർ 1 ആണ്. കണ്ടല്ലേ, ഇവിടെ ഇതിന്റെ ഒരു തുടക്കമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ സഫലീകരണം നടക്കാൻ പോകുന്നു. അതിനിവിടെ ഒരു തുടക്കമാണ് വന്നിരിക്കുന്നത്. മറ്റു പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിച്ചു വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെതായ തുടക്കം നിങ്ങൾക്ക് ഇവിടെ സംഭവിക്കാൻ പോകുന്നു. അടുത്തതായിട്ട് ഇവിടെ മൂവ്മെന്റ്, ചോയ്സസ്, ഡിസിഷൻസ് ആണ്. നിങ്ങൾക്ക് എവിടെ പോയാലും, നിങ്ങൾ ഏത് വാതിലിൽ മുട്ടിയാലും നിങ്ങൾക്കത് തുറന്നു കിട്ടുമെന്നുള്ളതാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു എനർജി വന്നത്. കഷ്ടപ്പെട്ട് നിങ്ങൾ നേടിയതാണിത്. ഇവിടെ ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ്. സ്പിരിച്വൽ സ്ട്രെങ്ത് നീ ഒന്ന് വർദ്ധിപ്പിക്കൂ എന്നുള്ളതാണ്. കാരണം നിങ്ങളിവിടെ ഉയർച്ചയിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആത്മീയപരമായ പാതയിലേക്ക് മുന്നോട്ട് വരുന്നു. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഒരുപാട് സക്സസ് ലഭിക്കുന്നത്. ആണല്ലേ, നിങ്ങളുടെ ഈ രൂപം തന്നെ മാറുന്നു. ഇവിടെ ഈ ഒരു രൂപത്തിൽ നിന്നും നിങ്ങൾ പൊങ്ങി വരികയാണ് ചെയ്യുന്നത്, മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഉയർച്ചയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഈ ഒരു ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശാശ്വതമായ ഒരു ഉയർച്ചയാണ്. നിങ്ങളിപ്പോൾ ഈ എനർജിയിലേക്കാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. കാരണം ഇത് നിങ്ങൾ നേടിയെടുത്തതാണ്. മനസ്സിലായി? ഇത് നിങ്ങൾ കുറെ കാലം കൊണ്ട് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നേടിയെടുത്തതാണ് ഈ ഒരു എനർജി. നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്, ഉയർച്ചയിലേക്ക് വരുന്നുണ്ട്. ഈ ഉയർച്ച എന്ന് പറയുന്നത് എന്താണ്? പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ സക്സസിന് നിദാനമാകുന്ന പല കാര്യങ്ങളിലേക്ക് നിങ്ങൾ പുറപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ചില സാഹചര്യങ്ങളിൽ നിന്നും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നമുക്ക് വന്നിരിക്കുന്നത് കണ്ടില്ലേ, ഇവിടെ ബോട്ടം വന്നിരിക്കുന്ന ട്രയംഫന്റ് സക്സസ് ആണ്. അപ്പൊ ഈ ഒരു എനർജിയിൽ നിന്നാവാം നിങ്ങൾക്ക് ഇത് ലഭിച്ചത്. ഇവിടെ കഷ്ടപ്പെട്ട് സക്സസ്സിലേക്ക് വരുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷണങ്ങൾ യൂണിവേഴ്സ് ഒരുപാട് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ ആദ്യം തരും. അതിനെ അതിജീവിക്കാൻ വേണ്ടി ഒരുപാട് പരീക്ഷണങ്ങൾ വീണ്ടും തരും, ഒരുപാട് പരീക്ഷകൾ വീണ്ടും തരും. നിങ്ങൾക്ക് ഈ പരീക്ഷകളൊക്കെ തരുന്നത് ആരാണ്? യൂണിവേഴ്സാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മെച്ചപ്പെടുത്തി, നിങ്ങളെ നല്ലൊരു വ്യക്തിയാക്കി ഇതുപോലെ ഉയർത്തി എടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? അതിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ യൂണിവേഴ്സ് തരും. അവിടെ നിന്ന് ആ പാഠങ്ങളിൽ കുറച്ച് പരീക്ഷകൾ കാണും. ആ പരീക്ഷകളെല്ലാം നിങ്ങൾ പഠിച്ചു പാസ്സായിട്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ മുന്നോട്ട് വലിയ വലിയ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയും അവിടെ ഒരു സക്സസ് കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെയധികം കഷ്ടപ്പെട്ട് നേടിയ ഈ ഒരു സക്സസ് ആണ് ഇവിടെ. ജീവിതത്തിന്റെ തുടക്കം. അതുവഴി കണ്ടില്ലേ, ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിച്ചു. അതുവഴി നിങ്ങൾക്ക് സക്സസിലേക്ക്
നേടാൻ കഴിയുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ മുൻപിൽ ഒരുപാട് കാര്യങ്ങൾ ഓപ്പൺ ആവുന്നുണ്ട് ഇവിടെ. നിങ്ങൾ ഇനിയെങ്കിലും ഇത്രയും കാര്യങ്ങളൊക്കെ നേടിയെടുത്തു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്താണ്, ഓരോ വാതിലുകളിൽ നിങ്ങൾ കൊട്ടുന്നുണ്ടാവാം. അത് തുറക്കാൻ വേണ്ടി, കാരണം ഓരോരോ ചോയ്സിന് വേണ്ടിയിട്ടാണ്, ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവാം, നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടാവാം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ ഉണ്ടാകുന്നു. നിങ്ങൾക്കത് നേടിയെടുക്കാനും സാധിക്കുന്നു. തൊട്ട് താഴെ വന്നിരിക്കുന്ന എക്സലറേറ്റഡ് മോഷനാണ്, കണ്ടില്ലേ? ഇവിടെ പ്രതീക്ഷയുടെ തിരുനാളം വരുന്നുണ്ട്, കാണാൻ കഴിയുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ആണ് നമ്പർ, അബണ്ടൻസിലേക്ക് പോവുകയാണ്. ഇവിടെ ഇത്തരത്തിലുള്ള വഴികളിലൂടെ നിങ്ങൾ വന്നു കഴിയുമ്പോഴാണ് ഇവിടെ എന്താണ് കാണുന്നത്, ഇത്തരത്തിലുള്ള പ്രകാശം കാണാൻ സാധിക്കുന്നത്. മനസ്സിലായി? ഇത് ഏറ്റവും വലിയൊരു പ്രതീക്ഷയുടെ തിരുനാളമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു തിരുനാളത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ അതിന് നിങ്ങളെ കൊണ്ട് സത്യമാകും, അല്ലായെങ്കിൽ നിങ്ങൾ ഈ ഒരു വഴിയെ വരിക. പരീക്ഷണങ്ങളെ അതിജീവിച്ച് പാഠങ്ങൾ പഠിച്ച് ഒരുപാട് കാര്യങ്ങളെ നേരിട്ട് ചെറിയ ചെറിയ പരീക്ഷകൾ എഴുതിയൊക്കെ നിങ്ങൾ പാസ്സാവേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അല്ലാതെ കണ്ടില്ലേ, അടുത്തത് വന്നിരിക്കുന്ന കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് ആണ്. അല്ലാതെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഇതിനാണ് നിങ്ങൾക്ക് പാഠങ്ങൾ തരുന്നത്. നിങ്ങൾ ഒളിച്ചോടുമോ, അതോ നിങ്ങൾ നിന്ന നിൽപ്പിൽ അവിടെ തന്നെ നിന്നു പോകുമോ, സ്റ്റക്കായിട്ട് പോകുമോ, അതോ നിങ്ങൾ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുമോ? സോറി, ഇവിടെ ഈ 3 പരീക്ഷകൾ നിങ്ങൾക്ക് മുൻപിലുണ്ട്. ഇത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നതാണ്. മനസ്സിലായോ? ഒളിച്ചോടാൻ പാടില്ല. എത്ര വലിയ പ്രശ്നങ്ങൾ വന്ന് അവിടെ നിന്ന് ഒളിച്ചോടാൻ പാടില്ല. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ഒരിക്കലും പരാജയത്തിൽ മറ്റുള്ളവർക്കെതിരെ പരാതി പറയാൻ പാടില്ല. മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് ജയിക്കാൻ നോക്കാൻ പാടില്ല. മറ്റുള്ളവരെ കള്ളത്തിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരെ ചതിയിലേക്ക് വീഴ്ത്തിക്കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇതൊന്നും ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ഇതിനെ ഇവിടെ ബുദ്ധിപൂർവം, യുക്തിപൂർവം, മനസ്സിലായോ, അത് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് അതിനെ നേരിടേണ്ടതായി അത്യാവശ്യ കാര്യമുണ്ട്. അതിനെ ജയിക്കാൻ ശ്രമിക്കുക. ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടാവും, പ്രശ്നങ്ങളല്ലേ വരുന്നത്, അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ അതിനെ ബുദ്ധിപൂർവ്വം യുക്തിപൂർവ്വം ഒക്കെയും നേരിട്ട് ജയിക്കാനാണ് ഇവിടെ ശ്രമിക്കേണ്ടത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഇവിടെ ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും വലിയ സക്സസിലേക്ക് പോകാം. ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ്, സാമ്പത്തികപരമായിട്ടും മറ്റു ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട് നിങ്ങളിലേക്ക്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു എനർജിയിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്നുവെങ്കിൽ മാത്രമേ ഇത്തരം ചേഞ്ച് നിങ്ങളിലേക്ക് വരികയുള്ളൂ. ഇല്ല എങ്കിൽ വരുന്നില്ല. സ്പിരിച്വലി നിങ്ങൾ കുറച്ച് ഉയർച്ചയിലേക്ക് വരണം. മനസ്സ് ശുദ്ധമാകണം, അതാണ് പ്രധാനം. മനസ്സ് ശുദ്ധമാവുക എന്നുള്ളതാണ് വളരെ വളരെ പ്രധാനമായിട്ടുള്ള ഒരേ ഒരു കാര്യം. ആ ശുദ്ധമായ മനസ്സിലാണ് ദൈവാനുഗ്രഹം ഉള്ളത്. ദൈവത്തിന്റെ കുടിയിരിപ്പ് അവിടെയാണ്. മനസ്സിലായി? അവിടേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. അവിടെ നിന്നുമാണ് നിങ്ങൾക്ക് ഉയർച്ച വരുന്നത്. അല്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കുറ്റവും കുറവും കണ്ട് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളിൽ വിഷമിച്ചിരുന്നിട്ട് എപ്പോഴും നെഗറ്റീവ് എനർജിയെ തങ്ങി നിർത്തുകയാണ് നിങ്ങളുടെ ഹൃദയത്തിലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സക്സസിലേക്ക് പോകാൻ സാധിക്കില്ല. ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്, നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുന്ന ഈ വക കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് യൂണിവേഴ്സിന്റെ പരീക്ഷകളെ അതിജീവിച്ച് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടില്ലേ, ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന. ഒരുപാട് കാര്യങ്ങളിൽ സക്സസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. അല്ല എങ്കിൽ സാമ്പത്തികപരമായ മാറ്റം ഇപ്പോഴുള്ളതിനേക്കാൾ അപേക്ഷിച്ച് ഒരുപാട് മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെറിറ്റിയും വരുന്നുണ്ട്. സ്പിരിച്വൽ പ്രോസ്പെറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആത്മീയപരമായ ഐശ്വര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു ഐശ്വര്യമാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് മാത്രമല്ല, നമുക്കെല്ലാം വേണ്ടത് ഈ ഒരു ഐശ്വര്യമാണ്. അവിടെയാണ് നമുക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്. ജീവിതത്തിന്റെ സക്സസ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെയാണ്, സ്പിരിച്വൽ പ്രോസ്പെറിറ്റിയിലൂടെയാണ്. മനസ്സിലായി? സ്പിരിച്വൽ സ്ട്രെങ്ത് കൈവരുത്തി മുന്നോട്ട് പോവുക. അവിടെ ആ ഉയർച്ച കൊണ്ടുവരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇത് ലഭിക്കുകയുള്ളൂ. മനസ്സിലായോ? നമുക്ക് നോക്കാം ഇനി എന്താണ്.
ഇവിടെ കണ്ടില്ലേ, ഹൈ പ്രീസ്റ്റസിന്റെ എനർജി അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ് ഇവിടെ നമുക്ക് സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നതല്ലേ. സ്ട്രെങ്ത് വർദ്ധിച്ചു വരുന്നുണ്ട്, ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്നുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇനി എന്താണ് തെറ്റ്, എന്താണ് ശരി, മുൻപൊക്കെ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനങ്ങ് സമ്മതിച്ചു കൊടുക്കും. കാരണം ഉള്ളിൽ വിവരമൊന്നുമില്ല, ബോധമില്ല. ആരെങ്കിലും വന്ന് പൈസ ചേർക്കുമ്പോൾ എടുത്തങ്ങ് കൊടുക്കും, അല്ലെങ്കിൽ ആരോടെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് സഹായിക്കാൻ പോകും. പക്ഷെ ഇപ്പൊ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാകുന്നുണ്ട് എങ്ങനെ വേണം. കാരണം പരീക്ഷകൾ ഒരുപാട് എഴുതി, നിങ്ങൾ പാഠങ്ങൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെതായ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഇനിയും യെസ് ഓർ നോ പറയാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? അല്ലെങ്കിൽ പഠിക്കാനുള്ള ആ സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നുണ്ട്, നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു അവസരത്തിലേക്ക് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? നിങ്ങൾക്ക് അതിന് കഴിയുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് തന്നെ സ്വയം ഉള്ളിലെ വെളിച്ചം കാണാൻ കഴിയുന്നുണ്ട്, ഉൾവിളികൾ അറിയാൻ കഴിയുന്നുണ്ട്. അതുവഴി മുന്നോട്ട് പോകാനും നിങ്ങളുടെ കാര്യത്തിനുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ 4 ഓഫ് പെന്റക്കിൾസ് ആണ്. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അതിനും ഇപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും. കാരണം എങ്ങനെ ചെയ്താലാണ് എൻ്റെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നത്. അത്യാവശ്യത്തിന് സാമ്പത്തിക നമ്പർ 4 ആണ് ഇവിടെ വന്നിരിക്കുന്ന. ഒരു സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ. പെന്റക്കിൾ, എർത്ത് സൈൻ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരാൻ പോകുന്നുണ്ട്. ഇവിടെ ചേഞ്ച് ആണ് വരാൻ പോകുന്ന, മാറ്റം വരുന്നുണ്ട്, ഇവിടെ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. ഇതെല്ലാം തമ്മിൽ എന്താണ് വ്യത്യാസം? ഒന്നുമില്ല, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഈസി ആയിട്ട് ഉള്ള വഴി നിങ്ങൾക്ക് ഇവിടെ തുറന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ്. തീരുമാനങ്ങൾ എടുക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും നിങ്ങളെ കൊണ്ട് കഴിയും. ബുദ്ധിപരമായ തീരുമാനങ്ങൾ, മറ്റു സമൂഹത്തിലായാലും നിങ്ങൾ ഏതൊരു കാര്യത്തിലായാലും, നിങ്ങളുടെ ജോലിസ്ഥലത്തായാലും വീട്ടിലായാലും കുടുംബത്തിലായാലും എവിടെയായാലും തീരുമാനങ്ങൾ എടുക്കാൻ, അവിടെ ഉറച്ചു നിൽക്കാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരോട് ദയ കാണിക്കാൻ, മറ്റുള്ളവരോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ. വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണമല്ലോ. വെറുതെ ഇന്ന് ഒരു വാക്ക് പറഞ്ഞു, നാളെ ഒരു വാക്ക് പറഞ്ഞു, മറ്റന്നാൾ ഒന്ന് പറഞ്ഞു, ഇങ്ങനെ മാറി മാറി പോകുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ആർക്കെങ്കിലും അങ്ങനെ സ്വഭാവം ഉണ്ടെങ്കിൽ അത് പാടില്ല. ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉറച്ചു നിൽക്കണം. അതാണ് നമ്മുടെ പേഴ്സണാലിറ്റിക്കുള്ള ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറയുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റിക്ക് മാറ്റുകൂട്ടുന്ന ഒരു കാര്യമാണ് പറയുന്ന വാക്കിൽ ഉറച്ചു നിൽക്കുക, പ്രവൃത്തിയിൽ ഉറച്ചു നിൽക്കുക. മനസ്സിലായോ? അപ്പോൾ ഇതാണ് വേണ്ടത്. അപ്പോൾ കിങ് ഓഫ് സോഡിന്റെ എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ ഉയർച്ച ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ ഒരു എനർജിയിലേക്ക് ഇവിടെ പലർക്കും വരാൻ സാധിക്കുന്നു. എല്ലാവരുടെയും കാര്യമല്ല, പലർക്കും വരാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ 10 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ജോലികൾ നിങ്ങളുടെ തലയിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒത്തിരി ഭാരം ചുമക്കുന്നവരായിരിക്കാം. ചിലർ സന്തോഷത്തോടുകൂടി ഭാരം വഹിക്കുന്നു. കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് നോക്കുന്നിടത്തൊക്കെ മറ്റുള്ളവരുടെ ആദരവ് ലഭിക്കുക, വീട്ടിൽ എല്ലാവരുടെ സ്നേഹം ലഭിക്കുക, ഇതൊക്കെ ഒരു നല്ല കാര്യമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. ഇനി അതുമല്ല, അനാവശ്യകരമായ ഒരുപാട് ചിലവുകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഭാരം വഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അതിനെ മറികടക്കാൻ ശ്രമിക്കൂ എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. മനസ്സിലായി? അവിടെ നിന്ന് നിങ്ങൾക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാവുന്നതാണ്. പുതിയൊരു ജീവിതം നിങ്ങൾക്ക് മുൻപിലുണ്ട്. അത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയൊരു വഴി തിരഞ്ഞെടുക്കാവുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഏസ് ഓഫ് സോഡ്സ് ആണ്. ബുദ്ധിപൂർവ്വം നിങ്ങൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ബുദ്ധിപൂർവ്വം നിങ്ങൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താ, ചില ജോലിക്കാര്യത്തിലേക്കാവാം, ചില ഇന്റർവ്യൂസിൽ പങ്കെടുക്കാനാവാം, അതുമല്ലെങ്കിൽ ചില യാത്രകൾ നടത്താനാവാം. ആ യാത്രകൾ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതുമായിരിക്കാം. എവിടെയെങ്കിലും ദൂരയാത്രയാവാം. മനസ്സിലായി? അതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്താൻ സാധിക്കും. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ അതുപോലെയാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ട്രയംഫന്റ് സക്സസ് ആണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇതേ എനർജി തന്നെയാണ്, 1 ആണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ. ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഒരു വിജയം നേടിയെടുക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് ഈ ഒരു വിജയത്തിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ്.
രണ്ടും തമ്മിൽ ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാം നമ്മൾ ബുദ്ധിപൂർവ്വം മുന്നോട്ട് കടക്കണമെങ്കിൽ അവിടെ കുറച്ച് കഷ്ടപ്പാടുകളുണ്ട്. അതിൻ്റെ പിന്നാമ്പുറത്ത് കുറേ കഷ്ടപ്പാടുകളും കഥകളും ഒക്കെ ഉണ്ടാവും. ഏതൊരു സക്സസ്സിലേക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ കടക്കണമോ അതിൻ്റെ പിന്നാമ്പുറത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതെല്ലാം നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ പ്രകാശമായിരിക്കും. മനസ്സിലായോ? ഒരു വലിയൊരു കഷ്ടപ്പാടിൽ നിന്നാണ് വലിയൊരു പ്രകാശത്തിലേക്ക് പോകാൻ സാധിക്കുന്നത്. വെളിച്ചത്തിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറേ അനുഭവിച്ചിട്ടുണ്ടാവണം, കുറേ പാഠങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവണം. അങ്ങനെ മാത്രമാണ് ഈ ഒരു സക്സസ്സിലേക്ക് വരാൻ കഴിയുന്നത് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് എന്തോ ഒരു തുടക്കത്തിലേക്ക് പോകുന്നുണ്ട്. അത് നിങ്ങൾ ഇനിയും തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ട് നിങ്ങൾ പാടുപെടുന്നുണ്ട്, പ്രയത്നിക്കുന്നുണ്ട് എങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു സക്സസ് ആയിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 10 ഓഫ് കപ്സിന്റെ എനർജിയാണ് കണ്ടില്ല. ഇവിടെ ചിലപ്പോൾ കുടുംബത്തെ ആഗ്രഹിക്കുന്നവരുണ്ടാവാം. നല്ല കുടുംബമായിട്ട് മുന്നോട്ട് പോകണം, കുടുംബസഹിതം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകും. നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഫാമിലി സഹിതം ചിലപ്പോൾ ഡിവോഴ്സ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ തമ്മിലുള്ള വേർപിരിവുണ്ടാവാം, ഇതുവരെയും സന്തോഷത്തിലിരിക്കുന്നവർ തമ്മിൽ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർ തമ്മിൽ വീണ്ടും ഒന്നിച്ചു ചേരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 9 ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു കർമ്മ ഫേസ് ചെയ്യുന്ന എനർജി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കർമ്മ ഫേസ് ചെയ്യാതെ നിങ്ങൾക്കൊരു സക്സസ്സിലേക്ക് വരാൻ പറ്റില്ല. ജന്മത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള, അറിഞ്ഞോ അറിയാതെ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോഴും അനുഭവിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കർമ്മ നിങ്ങൾ റിലീസാവുമ്പോൾ, കർമ്മയിൽ നിന്ന് നിങ്ങൾ കുറച്ച് റിലീസാവുമ്പോൾ മാത്രമാണ് നിങ്ങൾ സ്പിരിച്വൽ സ്ട്രെങ്ത്തിലേക്ക് ഉയരാൻ കഴിയുന്നത്. മനസ്സിലായി? അപ്പോൾ ഇത്തരത്തിലുള്ള എനർജിയിലേക്ക് നിങ്ങൾ ഇവിടെ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.